Okay, so I forgot to mention about Section 5 of the Medical Termination of Pregnancy Act. അതായത് സെക്ഷൻ 3-ലും 4-ലൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മാത്രമേ എബോർഷൻ ചെയ്യാൻ അതോറിറ്റി ഉള്ളൂ. അതും ചില കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന മാർഗങ്ങളുടെ ഒരു ഫെയിലിയർ കാരണമോ അല്ലെങ്കിൽ റേപ്പ് വിക്ടിംസ് ഒക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ ലേഡീൻ്റെയോ ലൈഫിന് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അബ്നോർമൽ ആയിട്ടുള്ള സീവിയർ ഡിഫോമിറ്റീസോട് കൂടി ജനിക്കില്ല, അങ്ങനെ ചില കണ്ടീഷൻസ് പറയുന്നുള്ളൂ. അത്തരം കണ്ടീഷൻസിൽ മാത്രമേ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് എബോർട്ട് ചെയ്യാനുള്ള പവർ ഉള്ളൂ. പക്ഷെ അതും പ്ലേസും പറയുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് എബോർഷൻ ചെയ്യേണ്ടത് എന്നുള്ള പ്ലേസസും പറയുന്നുണ്ട്. പക്ഷെ ചില എമർജൻസി ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ ഈ സെക്ഷൻ 3-ലെയും 4-ലെയും പ്രൊവിഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എമർജൻസി ചിലപ്പോൾ പ്ലെയിനിൽ വെച്ചിട്ട് വരെ സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഏത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ചിലപ്പം ഈ സെക്ഷൻ 3-ലെയും 4-ലെയും കണ്ടീഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, കൺസെന്റ് ഓഫ് ദി പ്രഗ്നന്റ് വുമൺ വേണം. ലൈക്ക് മൈനറോ ലുനാറ്റിക്കോ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൺസെന്റ് ഓഫ് ദി വുമണോട് കൂടിയിട്ട് മാത്രമേ എബോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ സെക്ഷൻ 5 പറയുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ ഈ സാഹചര്യങ്ങളൊന്നും അവഗണിച്ചുകൊണ്ട് എബോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സെക്ഷൻ 5 ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 4 ആൻഡ് സോ മച്ച് ആസ് ഓഫ് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 3 as relates to the length of the pregnancy and the opinion of not less than 2 registered medical practitioners, termination of pregnancy by registered medical practitioner in case where he is of opinion formed in good faith that the termination of such pregnancy is immediately necessary to save the life of the pregnant woman. അതായത് അത്ര എമർജന്റ് ആയ ഒരു സിറ്റുവേഷൻ, ഇതിപ്പോ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ, എബോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്ത്രീന്റെ ജീവൻ അപകടത്തിലാകും എന്ന അങ്ങനത്തെ ഒരു അത്യാസന്നമായ ഒരു ഘട്ടം വന്നാൽ സ്ഥലം നോക്കണ്ട, ഈ സ്ത്രീന്റെ കൺസെന്റ് നോക്കണ്ട, വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ആ സ്ത്രീന്റെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം അങ്ങനെ ഒരു എമർജന്റ് നെസസിറ്റി ഉള്ള സിറ്റുവേഷൻ വന്നാൽ നേരത്തെ പറഞ്ഞ സെക്ഷൻസിലെ കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിന്, ഒരു സിംഗിൾ രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിന് അത് എബോർട്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ആ ഒരു എമർജന്റ് സിറ്റുവേഷനിൽ സെക്ഷൻ 3-ലെയും 4-ലെയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതെ എമർജൻസി ആയിട്ട് എബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീയുടെ ലൈഫ് രക്ഷിക്കാൻ നെസസറി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദിസ് പേഴ്സൺ ഹീസ് നോട്ട് പണിഷബിൾ അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. സോ അതാണ് പറയുന്നത്, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബൈ എ പേഴ്സൺ ഹു ഈസ് not a registered medical practitioner shall be an offense punishable under that code, and to this extent it shall be modified. അതായത് ഈ ആക്ട് പ്രകാരമുള്ള രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ പോലും അയാൾക്ക് ലയബിലിറ്റി വരില്ല. ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ ഹു ഈസ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന്. അതായത് മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം ക്വാളിഫൈഡ് അയാള്, സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്ററിലുള്ള ആള്, പിന്നെ ഗൈനക്കോളജിയിലും ഒബ്സ്റ്ററിക്സിലും ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അവർക്ക് മാത്രമേ MTP ആക്ട് പ്രകാരം എബോർഷൻ ചെയ്യാൻ അതോറിറ്റി ഉള്ളൂ. പക്ഷെ ചില എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഈ ആക്ടിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഡെഫിനിഷനിൽ എല്ലാ ക്വാളിഫിക്കേഷൻസും ഇല്ലാത്തൊരു വ്യക്തിയും ചിലപ്പോൾ എബോർഷൻ ചെയ്യേണ്ട അത്യാസന്നമായ ഒരു ഘട്ടം വന്നു വരും. അപ്പൊ അങ്ങനെ ഈ ആക്ട് പ്രകാരമുള്ള രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലാത്തൊരു ഡോക്ടർ പോലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ എബോർഷൻ ചെയ്താലും അയാൾക്ക് ഈ ആക്ട് പ്രകാരമോ അല്ലെ IPC പ്രകാരമോ ഒരു ലയബിലിറ്റിയും ഉണ്ടാവില്ല. സോ സെക്ഷൻ 5 ഒരു എമർജൻസി പ്രൊവിഷൻ ആണ്. സോ അത്യാസന്ന ഘട്ടങ്ങളിൽ ഈ പ്രഗ്നന്റ് ലേഡീന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രം സെക്ഷൻ 3-ലെയും 4-ലെയും 2-ലെയും ഒന്നും കണ്ടീഷൻസ് നോക്കാതെ എബോർഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. So അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ now we can move on to the Human Rights Act. So സ്ക്രീന് വിസിബിൾ അല്ലേ? Protection of Human Rights Act 1993. സ്ക്രീന് കാണുന്നില്ലേ?
Okay. We can start with the Protection of Human Rights Act 1993. So, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും ബേസിക് ആയിട്ട് ചില റൈറ്റ്സ് വേണം. ആസ് എ മെമ്പർ ഓഫ് ഹ്യൂമൻ ഫാമിലി, നമ്മൾ ആനിമൽസ് അല്ല, ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ ഹ്യൂമൻ ബീങ്സ് എന്ന നിലയിൽ ഇൻഹെറന്റ് ആയിട്ട് നമുക്ക് ചില റൈറ്റ്സ് വേണം. അതിനാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് വളരെ ഓൾഡ് നാച്ചുറൽ ജസ്റ്റിസിനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് ആണ്. സോ ഈ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്ന ഈ ഒരു ടേമിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. കാരണം നിങ്ങൾക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് എത്രമാത്രം ക്രൂരതകൾ, അതായത് ഒരു മനുഷ്യന് എത്രത്തോളം ഒരു സഹജീവികളോട് ക്രൂരത കാണിക്കാം, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവല് വരെ ക്രൂവൽറ്റീസും അട്രോസിറ്റീസും നടന്നിട്ടുണ്ട്. അത് കോടിക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരെ കൂട്ടത്തോടെ ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് ചരിത്രമുണ്ട്. പ്രത്യേകിച്ചും ജർമ്മനിയില് ഹിറ്റ്ലറിന്റെ നാസി ഭരണകാലത്ത്. ഓക്കെ. സോ വേൾഡ് വാർ 2 ശേഷം അന്താരാഷ്ട്ര സമൂഹം എടുത്ത ഒരു തീരുമാനമാണ്, അതിനി ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലോകത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന്. സോ അതിനു വേണ്ടിയിട്ട് മനുഷ്യാവകാശങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ആയിട്ട് ചില കോവനൻസ് വന്നു, യുണൈറ്റഡ് നേഷൻസ് ഇറക്കിയത്. സോ അതിനെ ബേസ് ആക്കിയിട്ട് ഓരോ രാജ്യങ്ങളും, UN ഓരോ അംഗരാജ്യങ്ങളും അവരവരുടെ രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്പെഷ്യൽ ആക്ടുകളും കൊണ്ടുവന്നു. സോ ഇൻ ഇന്ത്യ, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ബിൽ already passed by both houses of parliament got the assent of the president on January 8, 1994. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എന്നാണ് ആക്ടിന്റെ പേര്. പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടിയത് January 8, 1994 സോ ഈ ആക്ട് ഇന്ത്യയിൽ വരുന്നതിന് പിന്നിലുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പോൾ പിന്നെ UN ചാർട്ടർ എന്ന ഇന്റർനാഷണൽ ട്രീറ്റി, ഞാൻ ഇന്റർനാഷണൽ ലോ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ എന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള ഉടമ്പടിയാണ് 1945 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് എൻറ്റർ ചെയ്തത്. സോ ഈ ഇന്റർനാഷണൽ ട്രീറ്റി അങ്ങനെ ആവശ്യമുള്ള രാജ്യങ്ങൾ ഒപ്പിട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ. സോ അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് UDHR എന്നൊരു ഇന്റർനാഷണൽ കോവനന്റും ഇറക്കി, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇതും ഒരു കമ്പൽസറി ഡോക്യുമെന്റ് അല്ല, അത് ആവശ്യമുള്ളവർ മാത്രം, താല്പര്യമുള്ള രാജ്യങ്ങൾ മാത്രം ഇതിൽ ഒപ്പിട്ടാൽ മതി. സോ ഇതിനോടൊപ്പം തന്നെ ICCPR-ഉം ICESR, കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966 കോവനന്റ് ഓൺ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഇത് മൂന്നും കൂടിയാണ് UDHR, ICCPR, ICESR. ഇത് മൂന്നും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ 1910-കളിലൊക്കെ ഇന്ത്യനെ ഗ്ലോബലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജമ്മു കശ്മീരിലൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം, അവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കാരണം. അങ്ങനെ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇന്ത്യനെ പ്രഷറൈസ് ചെയ്തു ഹ്യൂമൻ റൈറ്റ്സിന് ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, കുറെ ഡെലിബറേഷൻസിനൊക്കെ ശേഷമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാസ് ചെയ്തത്. So the Human Rights Commission was established the commission was a National Commission on Human Rights was established by an ordinance of the President. അതായത് 1993 September 27, 1993 ഡോക്ടർ രംഗനാഥ് മിശ്ര, സുപ്രീം കോർട്ടിലെ ഒരു ഫോമർ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹമായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ. ഇനി എന്തിനാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാരണം? ഒന്ന് എന്താന്ന് വെച്ചാൽ, ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് signatory to International Covenant for Civil and Political Rights and International Covenant for Economic, Social and Cultural Rights. അപ്പൊ അന്താരാഷ്ട്ര ഉടമ്പടികളൊക്കെ ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ സ്പെഷ്യൽ ലോ ആവശ്യം വരുന്നു.
പിന്നെ അതേപോലെ തന്നെ രാജ്യത്തിന്റെ അകത്തും ഒരുപാട് സോഷ്യൽ റിയാലിറ്റീസ്, ഇൻക്രീസിങ് നീഡ് വന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ കൂടിക്കൂടി വന്നു പല സ്ഥലങ്ങളിലും. ഇനി എന്താണ് ഇതിന്റെ സ്കോപ്പ് നോക്കി ഈ ആക്ടിന്റെ. അതായത് ആദ്യം പറഞ്ഞത് ഈ ആക്ടില് ആക്ട് അപ്ലൈസ് ടു ഹോൾ ഓഫ് ഇന്ത്യ and in the case of Jammu and Kashmir it applies only to the union list and concurrent list. State list അത് വരില്ല. ബട്ട് ഇത് 2019 ഇത് ഒമിറ്റ് ചെയ്തു. നൗ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ജമ്മു ആൻഡ് കശ്മീർ ഉൾപ്പെടെ ഹോൾ ഓഫ് ഇന്ത്യക്ക് ആപ്ലിക്കബിൾ ആണ്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993ന്റെ പ്രധാനപ്പെട്ട സേലിയന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം വയലേഷൻ ഓഫ് their rights. Human rights include right to life, liberty, equality, and dignity guaranteed by the Constitution. അപ്പൊ ഇത്രയൊക്കെ നമ്മളെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, നമ്മളെ ഭരണഘടനയും നമുക്ക് ഗ്യാരണ്ടി ചെയ്തത്. To protect these rights from abuse of power committed by the state bodies, establish an organization for advancement of existing living beings and development of their personal. ഇപ്പോൾ ഓരോ മനുഷ്യനും അയാളുടെ ഫുൾ കഴിവിന്റെ പൊട്ടൻഷ്യൽ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പ്രൊവൈഡ് എഫക്റ്റീവ് ആൻഡ് നെസസറി ആക്ഷൻസ് ഫോർ റെമഡീസ് ഇൻ ദ ഇവന്റ് ഓഫ് വയലേഷൻ ഓഫ് റൈറ്റ്സ്. അപ്പൊ ആരുടെയെങ്കിലും മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടാൽ അയാൾക്ക് അതിനുള്ള നിയമ റെമഡികൾ, പരിഹാരങ്ങൾ കിട്ടാനുള്ള നടപടികൾ, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. സോ ഈ ആക്ടിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ഫീച്ചർ എന്താന്ന് വെച്ചാല് ഇതില് 3 അതോറിറ്റീസ് ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് ടു പ്രിവെന്റ് ആൻഡ് പ്രോസിക്യൂട്ട് സീരിയസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. ഇതാണ് ഈ ആക്ടിന്റെ സേലിയന്റ് ഫീച്ചേഴ്സ്. ഈ ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. അപ്പൊ ഫസ്റ്റ് വണ് ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ് സെക്ഷൻ 2. പിന്നെ സെക്ഷൻ 3 മുതൽ 20 വരെ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. സെക്ഷൻ 21 മുതൽ 29 വരെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. പിന്നെ സെക്ഷൻ 30, 31 ഇത് ഹ്യൂമൻ റൈറ്റ് കോഡ്സ്. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ആക്ടില് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 സെക്ഷൻ 2D ആണ് ഹ്യൂമൻ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. Defines human rights as individual rights to life, liberty, equality and dignity guaranteed by the Constitution or recognized in international covenants enforceable by the Indian courts. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഹ്യൂമൻ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 ക്ലോസ് ഡിയിലാണ്. അപ്പൊ അതിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഒരു വ്യക്തിന്റെ റൈറ്റ്സ് ആണ്. ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി, ഇതിനോടൊക്കെയുള്ള ഒരു വ്യക്തിയുടെ റൈറ്റ്സ് ആണ്. ഇത് ഒന്നുകിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തതായിരിക്കണം, ഇന്ത്യൻ ഭരണഘടന, അല്ലെങ്കിൽ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത ഇന്ത്യൻ കോടതികൾ നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ ഉടമ്പടികൾ, ഇന്ത്യ ഒപ്പിടാത്തതോ ആയ ഇന്റർനാഷണൽ ഉടമ്പടികൾ അതിൽ ലേ ഔട്ട് ചെയ്ത റൈറ്റ്സും ആയിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ICCPR, ICSR, ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇന്റർനാഷണൽ കോവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഒക്കെ ഒപ്പിട്ടതാണ്. സോ ആ അന്താരാഷ്ട്ര ഉടമ്പടികളിലുള്ള ഇതൊക്കെ പ്രൊവിഷൻസ് ഒക്കെ ഇന്ത്യൻ കോർട്സിന് ഓരോ കേസസിൽ വേണമെങ്കിൽ നടപ്പിലാക്കാവുന്നതാണ്. അതേപോലെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു എന്യൂമറേഷൻ ആണ്, അതും എൻഫോഴ്സിബിൾ ബൈ ഇന്ത്യൻ കോർട്സ് ആണ്. ഇനി കേസസ് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കേസസ്. ബീനു റാവത്ത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013. ഇതില് മെമ്പേഴ്സ് ഓഫ് ആം ആദ്മി പാർട്ടി
while protesting against non-registration of FIR in rape cases were lathi charged by police. അപ്പോൾ rape cases police FIR register ചെയ്യാത്തതിനെതിരായിട്ട് ആം ആദ്മി പാർട്ടി മെമ്പേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അവർക്കെതിരെ പോലീസ് ലാത്തി ചാർജ് ഇറക്കി. സോ ഇവിടെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് whether use of force by the police against the Aam Aadmi Party members was unjustified, excessive, and whether it violated the fundamental right to life of dignity. ഇത് ആം ആദ്മി പാർട്ടിക്കാരുടെ റൈറ്റ് ടു ഡിഗ്നിറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഈ ലാത്തി ചാർജ് എന്നാണ്. ഇപ്പൊ സുപ്രീം കോർട്ട് ഈ കേസ് NHRCക്ക് ട്രാൻസ്ഫർ ചെയ്തു, നാഷണൽ മനുഷ്യാവകാശ കമ്മീഷന് ട്രാൻസ്ഫർ ചെയ്തു. സോ കമ്മീഷൻ ആയിരുന്നു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ഇത് കോടതി ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇസ് ബ്രോഡ് ടു ഇൻക്ലൂഡ് റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വേറെ കേസ് ഉണ്ട്, മുനിച്ചിക്കണ്ണ റെഡ്ഡി വേഴ്സസ് രേവമ്മ എന്ന് പറഞ്ഞിട്ട് 2007 കേസ് ഉണ്ട്. Supreme Court declared that right to property is now recognized to be a human right as well as a constitutional statutory right. അപ്പൊ നിങ്ങൾക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശമല്ല, പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഈ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് അതൊരു ഹ്യൂമൻ റൈറ്റും കൂടിയാണെന്ന്. പിന്നെ ഈ ആക്ടിലെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അത് ഇവിടെ ചാപ്റ്റർ 2, 3 and 4 ഓഫ് ദിസ് ആക്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഈ നാഷണൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന, കമ്പോസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഇതില്. ഇപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഈ ചാർട്ട് കാണുന്നുണ്ടല്ലോ, ഒരു ചെയർമാൻ വേണം, അത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഓഫ് ഇന്ത്യ. പിന്നെ 2 മെമ്പേഴ്സ് വേണം, ഒന്ന് നിലവിലുള്ളതോ അല്ലെ റിട്ടയർഡ് ആയതോ അല്ലെ ഹു ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. രണ്ടാമത്തെ മെമ്പർ എക്സിസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. പിന്നെ ഇത് കൂടാതെ 3 മെമ്പേഴ്സ് അഡീഷണൽ വേണം, അതിൽ ഒന്ന് സ്ത്രീ ആയിരിക്കണം, അത് നല്ല നോളജ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യങ്ങളിൽ നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉള്ള ആളായിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഈ കമ്മീഷനിൽ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ ഡീംഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ആരൊക്കെയുള്ളത്, അതായത് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങള്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, നാഷണൽ കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ ഈ പറഞ്ഞ കമ്മീഷൻസിലൊക്കെ മെമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി they will become members of the deemed ex officio members of the Human Rights Commission, National Human Rights Commission. ഇതാണ് ഇതിന്റെ കോമ്പോസിഷൻ. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പൊ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ട്, മുൻകൂട്ടിയുള്ള അപ്രൂവലോട് കൂടിയിട്ട് ഇന്ത്യയിൽ വേറെ പ്ലേസസിലും NHRCക്ക്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് വേറെ സീറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് സെക്ഷൻ 4 ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ് പറയുന്നത്. സോ ഇവരെ ഈ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാന്, ലോക്സഭാ സ്പീക്കർ, യൂണിയൻ ഹോം മിനിസ്റ്റർ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഒപ്പോസിഷൻ ലീഡേഴ്സ്, ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്സ്, ലോക്സഭയിലും രാജ്യസഭയിലും ഒപ്പോസിഷൻ പ്രതിപക്ഷത്തിലുള്ള ലീഡേഴ്സ് ഒക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ് സെലക്ഷൻ പാനലില്.
പിന്നെ a sitting Supreme Court judge or Chief Justice cannot be appointed without consultation with the Chief Justice of India. So National Human Rights Commission sitting ആയ ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെയോ ചീഫ് ജസ്റ്റിസിനെയോ അംഗമാക്കണമെങ്കിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള കൺസൾട്ടേഷൻ നിർബന്ധമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസ് ലോസ് ഒക്കെ ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ. ഇപ്പോൾ ലീഡിംഗ് കേസ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റഡ് an ex-senior police officer who had served as CBI director and Interpol, vice president of Interpol, as a member of NHRC. അപ്പോൾ ഇത്തരം ഒരു സീനിയർ പോലീസ് ഓഫീസറിനെ ഗവൺമെന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ ഇത് ഒരു പെറ്റീഷൻ വഴി ചലഞ്ച് ചെയ്തു. സോ ഇതിൽ പറയുന്നത് അവർ എടുത്ത വാദം എന്താന്ന് വെച്ചാൽ ഒരു പോലീസ് ഫോഴ്സിലുള്ള ഒരു അംഗത്തിന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ സെലക്ട് ചെയ്യുന്നത് അത് തെറ്റാണ്. അത് ഈ ആക്ടിന്റെ ഫണ്ടമെന്റൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് എതിരാണെന്നാണ് പറയുന്നത്. സോ അങ്ങനെ സിവിൽ സർവൻസിന് പോലീസ് ഓഫീസർ പോലെയുള്ള സിവിൽ സർവൻസിനെ ഒന്നും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചില അന്താരാഷ്ട്ര കൺവെൻഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആക്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ടെക്സ്റ്റ് ഇസ് ക്ലിയർ. അതായത് എനി ടു പീപ്പിൾ വിത്ത് നോളജ് ഓർ പ്രാക്ടിക്കൽ expertise in human rights issues are eligible to serve in this commission. അല്ലാതെ പോലീസുകാരെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന ആക്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിൽ പ്രാക്ടിക്കൽ നോളജും എക്സ്പീരിയൻസും ഉള്ള ആരെ വേണമെങ്കിലും എനി 2 പേഴ്സൺസിനെ മെമ്പർ ആക്കാം. അപ്പൊ അത് സിവിൽ സർവൻസ് ആവരുത്, പോലീസുകാരാവരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സോ ഈ മുൻ ഇന്റർപോൾ CBI ഡയറക്ടറിന് ഇന്റർപോൾ വൈസ് പ്രസിഡന്റിനെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ മെമ്പർ ആക്കിയതിൽ തെറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതേപോലെ ക്വോറം ഒന്നും വേണ്ട. ഈ ആക്ടിൽ ക്വോറം ഒന്നും പറയുന്നില്ല. മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഇത്ര നമ്പർ ഓഫ് ആൾക്കാർ ക്വോറം തികയണം എന്നൊന്നും പറയുന്നില്ല. പിന്നെ സുപ്രീം കോർട്ട് പറഞ്ഞ മറ്റൊരു കാര്യം, അന്താരാഷ്ട്ര കോവനൻസിലുള്ള പ്രിൻസിപ്പിൾസ് അത് ഇന്ത്യ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് പാരീസ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് സിവിൽ സർവന്റുകളെ, പോലീസുകാരെ പോലത്തെ സിവിൽ സർവന്റുകളെ ഒന്നും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന്. ബട്ട് ഈ അന്താരാഷ്ട്ര കോവനൻസ് ഇന്ത്യക്ക് സ്ട്രോങ്ലി ബൈൻഡിങ് അല്ല. അതുകൊണ്ട് അതിലെ കണ്ടീഷൻസ് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. സെക്ഷൻ 6 ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. സെക്ഷൻ 6 പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗങ്ങളുടെ ടേം 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ, വിച്ച് എവർ ഈസ് ഏർലിയർ, അവർക്ക് ഇവിടെ കമ്മീഷനിൽ അവരുടെ ടേം ഉണ്ട്. പിന്നെ റീ അപ്പോയിന്റ്മെന്റിനും സാധ്യതയുണ്ട്, എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഒരു അംഗത്തിന് റിമൂവ് ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്താണ്, സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്താണെന്നും സെക്ഷൻ 5 പറയുന്നുണ്ട്. അത് റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രസിഡന്റ് ഓൺ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകാപ്പാസിറ്റി. അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗങ്ങളിൽ. അത് പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകാപ്പാസിറ്റിക്ക്. അപ്പൊ അതായത് ഒന്നുകിൽ അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെന്റ് ആവണം, അതായത് കോടതി പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്ത ആളാവണം, അല്ലെങ്കിൽ അതർ പെയ്ഡ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഡ്യൂറിംഗ് ദ ടേം ഓഫ് ഹിസ് ഓഫീസ്. അതായത് മറ്റേതെങ്കിലും പെയ്ഡ് എംപ്ലോയ്മെന്റിന് അയാൾ ഒരേ സമയം എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫേർമിറ്റി ഓഫ് ദി മൈൻഡ് ഓർ ബോഡി കാരണം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് കോടതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഫൻസ് മോറൽ
കറപ്ഷൻ, മോറൽ ടേർപ്പിറ്റ്യൂഡ് ഇൻവോൾവ് ആയിട്ടുള്ള സീരിയസ് ഒഫൻസസിന് ഇയാൾക്ക് കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കൺവിക്ഷൻ, ഇംപ്രിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്തരം ഗ്രൗണ്ട്സിലൊക്കെ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അംഗത്തിന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 12 ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. സെക്ഷൻ 12 പറയുന്നത് what are the functions and powers of the National Human Rights Commission. അപ്പൊ ഇതിൽ പറയുന്നത് investigate any complaints relating to violation of human rights or negligence in the prevention of violation of human rights by a public servant either suo moto or after receiving a petition. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സ്വമേധയാ കേസെടുക്കുക, സുവോ മോട്ടോ കേസെടുക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരാതി പ്രകാരം കേസെടുക്കുക. ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പബ്ലിക് സർവന്റ് നെഗ്ലിജൻസ് കാണിച്ചതിനോ അനാസ്ഥ കാണിച്ചതിനോ എതിരെ കേസെടുക്കാവുന്നതാണ്. പിന്നെ ഇന്റർഫിയർ ഇൻ ജുഡീഷ്യൽ പ്രോസസ് ഇൻവോൾവിംഗ് അലിഗേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അപ്പൊ ഏതെങ്കിലും കോടതിയിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷനുമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഇടപെടാം. വിസിറ്റ് എനി പ്രിസൺ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദ അതോറിറ്റീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒബ്സർവേഷൻസ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ജയിലുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ, ഇപ്പം ഓൾഡ് ഏജ് ഹോം ആവാം, അനാഥാലയങ്ങളാവാം, എന്തോ ആവാം, അപ്പൊ അവിടെയൊക്കെ വിസിറ്റ് നടത്തിയിട്ട് ഒബ്സർവ് ചെയ്യുക അവിടുത്തെ ഇൻമേറ്റ്സിന്റെ ലിവിങ് കണ്ടീഷൻസ്, പിന്നെ അവരെ ഒബ്സർവേഷൻസ് റെക്കമെൻഡേഷൻസും അതോറിറ്റീസിന് നൽകാം. എക്സാമിൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ that protect human rights and make recommendations for punitive measures. ഭരണഘടനയിലുള്ള ഹ്യൂമൻ റൈറ്റ്സിന്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പണിഷ്മെന്റ് മെഷേഴ്സിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം. Examine the causes that obstruct the enjoyment of human rights, including acts of terrorism. അതായത് ടെററിസം ഉൾപ്പെടെ, തീവ്രവാദം ഉൾപ്പെടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ എൻജോയ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുക. അതിനുള്ള റെക്കമെൻഡേഷൻസും പ്രോപ്പർ റെമഡീസും സജസ്റ്റ് ചെയ്യുക. സ്റ്റഡി ഹ്യൂമൻ റൈറ്റ് ട്രീറ്റീസ് ആൻഡ് അതർ ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മേക്ക് സജഷൻസ് ഫോർ ദ ഇഫക്റ്റീവ് ഇംപ്ലിമെന്റ്. അതായത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടികൾ, കൺവെൻഷൻസ്, ട്രീറ്റീസ് ഒക്കെ പഠനം ചെയ്തിട്ട് അത് ഇന്ത്യയിൽ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാം. അണ്ടർടേക്ക് ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി ആൻഡ് അവെയർനെസ്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഹ്യൂമൻ സാക്ഷരതയും അവെയർനെസ്സും പല മീഡിയകളിൽ കൂടെ, സെമിനാറിൽ കൂടെ, പബ്ലിക്കേഷൻസിൽ കൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ എൻകറേജ് NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, എനി അതർ ഫംഗ്ഷൻ കൺസിഡേർഡ് നെസസറി ഫോർ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇത്രയുമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫങ്ഷൻസ്. ഇപ്പൊ സെക്ഷൻ 13 പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ സെക്ഷൻ 13 പറയുന്നത് പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട് ഉണ്ട്. അതായത് ഈ ആക്ട് പ്രകാരം ഒരു കംപ്ലൈന്റ് അന്വേഷിക്കുന്ന സമയത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് CPC പ്രകാരം, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ പ്രകാരമുള്ള ഒരു സിവിൽ കോടതിന്റെ പവേഴ്സ് ഉണ്ട്. പിന്നെ സെക്ഷൻ 14 പറയുന്നത് ഓതറൈസ്ഡ് ടു എംപ്ലോയ് എനി ഓഫീസർ ഓർ ഇന്റലിജൻസ് ഏജൻസി ടു കണ്ടക്ട് എൻക്വയറി, അതായത് ഓർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അത് ഈ അവരെ മുന്നിൽ വന്ന കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇന്റലിജൻസ് അതോറിറ്റീസിനെ ഒക്കെ ചുമതലപ്പെടുത്താം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ. പിന്നെ സബ്മിറ്റ് ആൻ ആനുവൽ റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ്. ഇനി കുറച്ച് കേസ് ലോസ് നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫങ്ഷൻസും പവേഴ്സും ബന്ധപ്പെട്ടിട്ടുള്ള ലീഡിംഗ് കേസ് ലോസ്. ഒന്ന് പരംജിത്ത് കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പൊ ഇതിൽ സുപ്രീം കോർട്ട് ചില ഗൈഡ് ലൈൻസ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫങ്ഷൻസിന്റെ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ സുപ്രീം കോർട്ട്, ഇത് റിറ്റ് പെറ്റീഷൻ ആയിരുന്നു, ഇതിൽ പറഞ്ഞത് all authorities in the country
are bound by the directions of the Supreme Court. The National Human Rights Commission is no exception. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സുപ്രീം കോർട്ടിനെക്കാട്ടി മുകളിലുള്ള ഒരു അതോറിറ്റി അല്ല. ലോകത്തിലുള്ള എല്ലാ അതോറിറ്റീസും സുപ്രീം കോർട്ടിന്റെ കീഴിലാണ്. സുപ്രീം കോർട്ടിന്റെ ഡെസിഷൻ അനുസരിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും. സോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പരാതി വന്നാൽ, സുപ്രീം കോർട്ടിന് മുന്നിൽ പരാതി വന്നാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെതിരെ, ദ കമ്മീഷൻ ഷുഡ് ഫങ്ഷൻ പേഴ്സ്വന്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് നോട്ട് അണ്ടർ ദ ആക്ട് അണ്ടർ വിച്ച് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. The National Human Rights Commission is given a free hand and not circumscribed by conditions. So the jurisdiction exercised by National Human Rights Commission in these matters is of special nature. ഇനി ഹ്യൂമൻ റൈറ്റ് വയലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പാസ് ചെയ്ത ഏറ്റവും സുപ്രധാനമായ ഡെസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗുജറാത്ത് കലാപങ്ങളുടെ ഗുജറാത്ത് റൈറ്റ്സ്. ഇതില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സുവോമോട്ടോ കോഗ്നിസൻസ് എടുത്തു. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിട്ട് ഗുജറാത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളും മാസ് ഗ്രേവിനെ കുറിച്ചിട്ടൊക്കെ മീഡിയ റിപ്പോർട്ട്സ് കണ്ടിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആരുടെയും പരാതി ലഭിക്കാതെ തന്നെ സ്വമേധയാ കേസ് എടുത്തു ഗുജറാത്ത് കലാപങ്ങളിൽ അന്വേഷിക്കാൻ. പിന്നെ ആവശ്യപ്പെട്ടു, ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് CBIയിൽ നിന്ന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ഇപ്പൊ 2002 ഗുജറാത്തിൽ വളരെ ലാർജ് സ്കെയിലായിട്ട് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മുസ്ലിംസിന് അഗെയിൻസ്റ്റ്. എത്രയോ ആയിരക്കണക്കിന് മുസ്ലിം ഫാമിലീസിന്റെ വീടുകളും പ്രോപ്പർട്ടിയും ബോഡിയും ഒക്കെ മെസാക്കറും ഡിസ്ട്രോയിഡുമായിട്ട് ഉണ്ടായിരുന്നു. So Gujarat state government and police failed to take the necessary measures to avoid violence and failed to provide protection, security and justice to the Muslim minority community victims. അങ്ങനെയായിരുന്നു ഇതിൽ വിധി വന്നത്. പിന്നെ രണ്ടാമത്തെ വേറൊരു ലീഡിംഗ് കേസ് പഞ്ചാബിലെ മാസ് മാസക്കേഴ്സ്. Supreme Court referred this case of gross violation of human rights to National Human Rights Commission. So, idile Commission held that the act violated the dignity of the dead and harmed the emotions and sentiments of their kin who would want to perform their last rites. Idile Punjabile നടന്ന കൂട്ടക്കൊലകളില് ഈ കൊല്ലപ്പെട്ട വ്യക്തികളുടെ ബോഡീസ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് കൂട്ടത്തോടെ കത്തിച്ച് കളയുക ചെയ്തത്. അൺഐഡന്റിഫൈഡ് ബോഡീസ് ഒക്കെ അത് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊന്നും കൈമാറിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഗ്രോസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് പഞ്ചാബ് ഗവൺമെന്റ് വാസ് ഡയറക്റ്റഡ് ബൈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടു ഡെപ്പോസിറ്റ് 18 crore rupees, 18,39,25,000 rupees within 3 months for distribution to the next of kin. So ഇങ്ങനെ റാൻഡം ആയിട്ട് ബോഡീസ് കത്തിക്കളഞ്ഞ് ആ ഒരു കുറ്റകൃത്യത്തിന് പഞ്ചാബ് ഗവൺമെന്റ് ഈ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബക്കാർക്ക് ഇത്രയും രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്ന് വിധിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇത് കൂടാതെ ഓൾസോ അവോർഡഡ് കോമ്പൻസേഷൻ ഓഫ് 1.75 lakh to next of kin of 1,051 victims in this case of mass cremation in the state of Punjab. ഇനി മറ്റൊരു കേസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെട്ടത് സ്റ്റാർവേഷൻ ഡെത്ത്സ് ഇൻ ഒറീസ. ഒറീസയിലുള്ള ചില ഡിസ്ട്രിക്റ്റില് പട്ടിണി മരണങ്ങൾ ഉണ്ടായിരുന്നു. സോ അതിനെതിരെയും കമ്മീഷൻ ഒരു വിധി പറഞ്ഞു. അപ്പൊ ഇതില് ഇന്ത്യൻ കൗൺസിൽ ഫോർ ലീഗൽ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ് സുപ്രീം കോർട്ടിൽ റിറ്റ് ഫയൽ ചെയ്തത്. സുപ്രീം കോർട്ട് അവരെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് റെഫർ ചെയ്തു. സോ റെക്കഗ്നൈസിംഗ് ദ urgency of the situation, the Human Rights Commission, National Human Rights Commission, moved quickly to develop an interim measure for a 2-year term and suggested that Orissa government form a committee to review all concerns. പിന്നെ ഒരു ടീമിനെ ഡിസ്പാച്ച് ചെയ്ത് ഒറീസയിലേക്ക് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എക്സാമിൻ ചെയ്യാനും അവിടെ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് എക്സാമിൻ ചെയ്യാനും.
പിന്നെ ആന്ധ്രാപ്രദേശിലുള്ള ചില പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ തീവ്ര സംഘടന ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പോലീസ് റാൻഡം ആയിട്ട് കില്ല് ചെയ്തു. അപ്പൊ പോലീസ് എടുത്ത വാദം എന്താന്ന് വെച്ചാല് ആംഡ് മിലിറ്റൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കൊല്ലപ്പെട്ടതാണെന്നാണ്. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ആണിത്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പേര് ഇവര് ആംഡ് മിലിറ്റൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കൊന്നതാണെന്ന് പോലീസ് വാദം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തു. പിന്നെ മധ്യപ്രദേശിലുള്ള സിലിക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികളിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് സിലിക്കോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും അത് സിലിക്ക ഡസ്റ്റ് ഇവര് ശ്വസിക്കാതിരിക്കാൻ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും മുൻകരുതലുകളും ഈ എംപ്ലോയീസ് നൽകുന്നില്ലായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക്. സോ അതില് സ്പോട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനും ഒക്കെയുള്ള വിധി വന്നു. ഇനി ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലുള്ള പാർട്ട് 3ലേക്ക് നമുക്ക് പോവാം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചിട്ട്. അപ്പൊ ചാപ്റ്റർ 5 സെക്ഷൻസ് 21 to 29 ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ് SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. സോ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എക്സാമിൻ വയലേഷൻസ് വിച്ച് ഒക്കർ വിത്തിൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെ ഉള്ളിലും ഉള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും വയലേഷൻസ് എക്സാമിൻ ചെയ്യാനുമാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത്. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും മെമ്പർഷിപ്പും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. So the state government may establish a body called Human Rights Commission of that state. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് DK Basu വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 2015. Supreme Court held constituting state human rights commission is mandatory. അതായത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും കമ്പൽസറി ആയിട്ടും അവരുടെ സ്റ്റേറ്റില് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിക്കണം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിക്കണം. അത് ഓപ്ഷണൽ അല്ല, അത് മാൻഡേറ്ററി ആണെന്നാണ് പറഞ്ഞത്. കമ്പൽസറി ആയിട്ട് സ്ഥാപിക്കണം. ഇതിലെ മെമ്പേഴ്സ് നോക്കാം. സെക്ഷൻ 21 പറയുന്നത് എ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ്. ഒന്ന്, ചെയർപേഴ്സൺ, ഫോമർ ചീഫ് ജസ്റ്റിസ് ഓർ എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. അപ്പൊ ഹൈക്കോർട്ടിലെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ജഡ്ജോ ആവാം. പിന്നെ ഇത് കൂടാതെ 2 മെമ്പേഴ്സ് വേണം. എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് or district judge in the state with at least 7 years of experience as district judge. അപ്പൊ മറ്റു മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കോർട്ട് ജഡ്ജും പിന്നെ ആ സംസ്ഥാനത്ത് ഉള്ള 7 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ്. ഇവരിൽ ഏതെങ്കിലും ഒരാള്. പിന്നെ എ പേഴ്സൺ, ഇവര് കൂടാതെ എ പേഴ്സൺ ഹാവിംഗ് നോളജ് ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയുമാണ് ഒരു സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മെമ്പേഴ്സ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് സെക്ഷൻ 22 പറയുന്നത്. ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവർണർ ഷാൽ അപ്പോയിന്റ് ദ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ on recommendation of a committee consisting of chief minister, speaker, minister in charge, etc. ഒരു കമ്മിറ്റിന്റെ ഒരു കൺസൾട്ടേഷനോട് കൂടിയിട്ട്, അതായത് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, സ്പീക്കർ, മിനിസ്റ്റർ ഇൻ ചാർജ് അവരൊക്കെ ഉള്ള ഒരു കമ്മിറ്റിന്റെ കൺസൾട്ട് ചെയ്തിട്ട് ഗവർണർ ആണ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മെമ്പേഴ്സ്. അപ്പൊ ഒരു സിറ്റിംഗ് ഹൈക്കോർട്ട് ജഡ്ജിനെയോ സിറ്റിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജിനെയോ ഇതിലെ മെമ്പർ ആക്കണമെങ്കിൽ അവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ പെർമിഷൻ വേണം, കൺസൾട്ടിങ് വേണം. പിന്നെ ടെന്യൂർ, ഇവര് എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സിന്റെ ടേം എത്രയാണ്? ഇപ്പൊ 3 years or 70 years, whichever earlier
and they are also eligible for reappointment. പിന്നെ ഇവരെ സ്കോപ്പ് നോക്കാം. അതായത് നമ്മള് ഇന്ത്യൻ ഭരണഘടനയിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റില് പിന്നെ കൺകറന്റ് ലിസ്റ്റിലുള്ള മാറ്റേഴ്സിലാണ് ഇവർക്ക് ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ് ഇവർക്ക് പവർ ഉള്ളത്. അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ലിസ്റ്റ് 2 ആൻഡ് concurrent list 3 of the 7th schedule of the Constitution of India. Pinne 2 or more state governments may, with the consent of the chairperson or a member of a state commission, appoints a chairperson or member of state commission simultaneously. വേണമെങ്കിൽ 2-3 സ്റ്റേറ്റ്സിന് ഒരുമിച്ച് കോമൺ ആയിട്ട് ഒരു ചെയർപേഴ്സണിനെ വെക്കാം, അവർ കൺസെന്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പൊ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫങ്ഷൻസും പവേഴ്സും എന്താണെന്ന് നോക്കാം. അപ്പോൾ ബീഹാർ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ബീഹാർ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 2012 ഹൈക്കോർട്ട് പറഞ്ഞത്, പട്ന ഹൈക്കോർട്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് ഹാവ് ദ സെയിം ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ like the National Commission under Section 12 of the Act. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സെക്ഷൻ 12 പ്രകാരം എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ ആ പവേഴ്സ്, സെയിം പവേഴ്സ് തന്നെ സ്റ്റേറ്റിനകത്ത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട് എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് നോക്കാം, ഹ്യൂമൻ റൈറ്റ് കോഡ്സ്, ഹ്യൂമൻ റൈറ്റ് കോടതികൾ. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നോക്കി. ഇനി ഹ്യൂമൻ റൈറ്റ് കോഡ്സ് എന്തൊക്കെയാണെന്ന് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും പവേഴ്സ് ഒക്കെ എന്താന്ന് നോക്കാം. സോ ചാപ്റ്റർ 6 ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, അതായത് സെക്ഷൻസ് 30ഉം 31ഉം ആണ് പറയുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലും ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കോഡ്സ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ഓഫ് എ സ്റ്റേറ്റ്. ഇപ്പൊ സെക്ഷൻ 30 ഓഫ് ദി ആക്ട് ആണ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ഹ്യൂമൻ റൈറ്റ്സ് കോഡ് ഫോർ ഈച്ച് ഡിസ്ട്രിക്ട്. അപ്പോൾ ആ സ്റ്റേറ്റിലെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു ഹ്യൂമൻ റൈറ്റ്സ് കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ബൈ നോട്ടിഫിക്കേഷൻ, സ്പെസിഫൈങ് ഫോർ ഈച്ച് ഡിസ്ട്രിക്ട് എ കോർട്ട് ഓഫ് സെഷൻസ് ടു ബി എ ഹ്യൂമൻ റൈറ്റ്സ് കോഡ്. ഇപ്പൊ ഓരോ ഡിസ്ട്രിക്റ്റിലെയും സെഷൻസ് കോർട്ടാണ്. ഇപ്പൊ 14 ഡിസ്ട്രിക്റ്റിൽ ഉള്ള 14 സെഷൻസ് കോടതികൾ, ആ സെഷൻസ് കോടതികൾ തന്നെയായിരിക്കും ആ ഡിസ്ട്രിക്റ്റിലെ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. The state government shall appoint a public prosecutor or an advocate who has been in practice for at least 7 years for the purpose of conducting matters in human right courts. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് കോർട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ സ്റ്റേറ്റിലുള്ള ഓരോ ജില്ലക്ക് വേണ്ടിയിട്ടും അപ്പോയിന്റ് ചെയ്യുന്ന കോടതികളാണ്. ഹ്യൂമൻ റൈറ്റ് ലംഘനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ കോടതികളാണ് ഹ്യൂമൻ റൈറ്റ് കോർട്ട്. അപ്പോൾ ഓരോ ജില്ലയിലെയും അതത് ഡിസ്ട്രിക്ട് കോടതികൾക്കായിരിക്കും ഹ്യൂമൻ റൈറ്റ് കോർട്ട് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അഡ്വക്കേറ്റിനെ സ്പെഷ്യൽ ആയിട്ട് നിയമിക്കും. ഒരു 7 years എക്സ്പീരിയൻസ് എങ്കിലുള്ള ആളായിരിക്കണം. അദ്ദേഹത്തിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വിളിക്കും. ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ഫോർ സ്റ്റേറ്റ്സ് ടു ക്രിയേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കോഡ്സ് ഇൻ എവറി ഡിസ്ട്രിക്ട്. ഇപ്പൊ കേരളയിലൊക്കെ 14 ഡിസ്ട്രിക്റ്റ് ഉള്ളത്, ഇപ്പൊ രാജസ്ഥാന് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 34-35 ഡിസ്ട്രിക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോ ഡിസ്ട്രിക്റ്റിനും ഹ്യൂമൻ റൈറ്റ് കോഡ് വെക്കണം എന്ന് വെച്ചാൽ അത് വളരെ ചെലവേറിയതും പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാൻഡേറ്ററി അല്ല, ഒരു സ്റ്റേറ്റ് അതിന്റെ എല്ലാ ജില്ലകളിലും ഹ്യൂമൻ റൈറ്റ് കോഡ്സ് സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് മേ സെറ്റപ്പ് എന്ന് പറയുന്നത്. സെക്ഷൻ 30 പ്രത്യേകം പറയുന്നത് മേ എന്നാണ്, ഷാൾ എന്നല്ല. അതുകൊണ്ട് അത് ആ കോടതിന്റെ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇച്ഛയാണ്, ഡിസ്ക്രിഷൻ ആണ്, ഏത് ജില്ലയിൽ വെക്കണം ഏത് ജില്ലയിൽ വെക്കണ്ട എന്നുള്ളതൊക്കെ. വേണമെങ്കിൽ വെക്കാന്നേ ഉള്ളൂ. However, in order to provide speedy trial of offences arising out of violation of human rights, it is desirable that states, particularly where human right violation take in large
takes place in large numbers should establish such codes. പക്ഷെ മാൻഡേറ്ററി അല്ലെങ്കിലും അത് ഡിസൈറബിൾ ആണ്. പ്രത്യേകിച്ചും ലാർജ് സ്കെയിലിൽ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടക്കുന്ന സ്റ്റേറ്റ്സിൽ ഓരോ ജില്ലയിലും ഹ്യൂമൻ റൈറ്റ് കോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപിക്കുന്നത് ഡിസൈറബിൾ ആണ്. ഇനി നമുക്ക് ഇത് നോക്കാം. അതായത് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൽ വന്ന പ്രധാനപ്പെട്ട ഭേദഗതികൾ, അമെൻമെന്റ്സ് ഏതൊക്കെയാണ് നോക്കാം. ഇപ്പൊ 2000 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട്, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടിയിട്ട് റൂൾസ് ഉണ്ടാക്കാനുള്ള പവർ ഗവൺമെന്റിന് നൽകിയതാണ് 2000 അമെൻമെന്റ്. 2006 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്യൂ ചേഞ്ചസ് വർ മെയ്ഡ് ടു ദ സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതായത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ റെഡ്യൂസ് ചെയ്തു. എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കൊക്കെ ചെറിയ ചേഞ്ച് വന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ, ഈ 2006 ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST ഷാൽ ബി ഡീംഡ് ടു ബി മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന്. ഇത്തരം അമെൻമെന്റ്സ് ആണ് 2006 കൊണ്ടുവന്നത്. പിന്നെ 2019 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് എ പേഴ്സൺ ഹു ഹാസ് സെർവ്ഡ് എ സുപ്രീം കോർട്ട് ജഡ്ജ് ഇൻ അഡീഷൻ ടു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് ക്വാളിഫൈഡ് ടു ബി chosen as a chairperson of the commission. അതായത് ഒരേ സമയം ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആയിട്ടും സുപ്രീം കോർട്ട് ജഡ്ജ് ആയിട്ടും സെർവ് ചെയ്ത ആളെയും ചെയർപേഴ്സൺ ഓഫ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആയിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇൻക്രീസ് ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ഫ്രം 2 to 3. 1 must be a woman. അപ്പൊ അങ്ങനെ ചില മെമ്പർഷിപ്പിലും ചില മാറ്റങ്ങൾ വരുത്തി. പിന്നെ ടേം ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ വർ ലോവേർഡ് ഫ്രം 5 to 3 years. അതായത് പണ്ട് ഈ 2019 മുൻപ് ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ ടേം 5 years ആയിരുന്നു. 2019 അമെൻമെന്റോട് കൂടിയിട്ട് അത് 3 years ആയിട്ട് ചുരുക്കി. അതേപോലെ പേഴ്സൺ ഹു ഹാസ് ബീൻ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് was also made eligible to be selected as chairperson. പിന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൽ ചില ലാക്യുനേസ് ഉണ്ട്. ലാക്യുനേസ് എന്ന് പറഞ്ഞ പോരായ്മകള്, ഷോർട്ട് കമ്മിങ്സ്. അതെന്തൊക്കെയാ നോക്കാം. ഒന്നെന്താന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ cannot penalize the authorities that do not carry out its orders. അതിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്ത വ്യക്തികൾക്ക് അഗെയിൻസ്റ്റ് എന്താണ് പണിഷ്മെന്റ് നടപടികളൊന്നും എടുക്കാനുള്ള പവർ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇല്ല. പിന്നെ ഇഫ് ദ കംപ്ലൈന്റ് ഇസ് ഫയൽഡ് more than 1 year after the event, the National Human Rights Commission cannot investigate it. ഒരു വർഷത്ത് സംഭവം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് കംപ്ലൈന്റ് ഫയൽ ആയതെങ്കിൽ അത് അന്വേഷിക്കാനുള്ള പവർ ഇല്ല. Act makes no mention whether judges should have a proven record of human right activism or experience. അതായത് ഇതിൽ ജഡ്ജസ് മെമ്പേഴ്സ് ആയിട്ട് വേണമെന്ന് പറഞ്ഞില്ല, പക്ഷെ ജഡ്ജസിന് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസത്തിലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നില്ല. പിന്നെ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ബൈ ആംഡ് ഫോഴ്സസ്, അതായത് സായുധ സേനകൾ നടത്തുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷനിൽ ഈ കമ്മീഷന് വലിയ പവർ ഒന്നുമില്ല. ആകെ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഒരു റിപ്പോർട്ട് ചോദിക്കുക, കുറച്ച് ശുപാർശകൾ റെക്കമെൻഡേഷൻസ് ചെയ്യാം. പിന്നെ there is no statutory requirement to include academics or representatives of NGOs, അതായത് മെമ്പേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി, ഇവരെ ഒന്നും ഇതിൽ മെമ്പർ ആക്കാനുള്ള വഴിയില്ല. പിന്നെ ഇറ്റ് ക്യാൻ ഓൺലി ആസ്ക് ദ അതോറിറ്റീസ് ടു അപ്രോച്ച് ഹയർ കോർട്സ് ടു പ്രൊവൈഡ് റിലീഫ് ടു വിക്ടിംസ്. അപ്പൊ ഇവർക്ക് വിക്ടിംസിന് ഡയറക്ട്ലി റിലീഫ് കൊടുക്കാൻ ലിമിറ്റഡ് ആയ പവറേ ഉള്ളൂ. കോടതികൾ മുഖേന റിലീഫ് കൊടുക്കാൻ ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇഫ് പ്രൈവറ്റ് എൻറ്റൈറ്റീസ് വയലേറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, NHRC ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് മനുഷ്യാവകാശ ലംഘനം നടത്തിയതെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് മുൻപാകെ കൊണ്ടുവരാൻ പറ്റില്ല. It can only provide recommendations for remedies but cannot enforce them. അപ്പോൾ പല്ലില്ലാത്ത സിംഹത്തിനെ പോലെയാണെന്നാ പറയാ. അതായത് റെക്കമെൻഡേഷൻസ്, എന്ത് റെമഡി കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, അത് നടപ്പിലാക്കാൻ പറ്റില്ല. നടപ്പിലാക്കണമെങ്കിൽ മറ്റു കോടതികൾ വഴി തന്നെ വേണം. അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ്
എല്ലാ സ്റ്റേറ്റിലും എസ്റ്റാബ്ലിഷ് വേണമെങ്കിൽ ചെയ്യാന്നേ പറഞ്ഞുള്ളൂ, കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. ഇത്രയൊക്കെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഫീച്ചേഴ്സ്. ഇതൊക്കെ FAQs ആണ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡിഫൈൻഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. സെക്ഷൻ 2D റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ to life, liberty, equality and dignity guaranteed by the Constitution or embodied in international covenants and enforceable by Indian courts. Pinna, what powers have been vested in commission in relating to enquiries? Panneshram nadathanu Human Rights Commission endokka powers ulladu. Oru civil kodadinte powers undu. Civil complaints examine cheythu. Adu summons ayakka, വിറ്റ്നസസിനെ അവിടെ വരുത്തിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം, ഓത്ത് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഡോക്യുമെന്റ്സും ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, എഫിഡവിറ്റ് സത്യവാങ്മൂലത്തിന്റെ മേലെ എവിഡൻസ് എടുക്കാം, പബ്ലിക് ഡോക്യുമെന്റോ കോപ്പിയോ ഏതെങ്കിലും അതോറിറ്റീസിന് വരുത്തിപ്പിക്കാം, കമ്മീഷൻസിനെ അപ്പോയിന്റ് ചെയ്യാം, സാക്ഷികളെ വിസ്തരിക്കാനും ഡോക്യുമെന്റ്സ് പരീക്ഷിക്കാനും, അല്ലെ സിവിൽ കോടതിക്കുള്ള അത്തരം പവേഴ്സ് ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. പിന്നെ ഇവർക്ക് സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. യെസ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ഉണ്ട്. DGP ആണ് അതിന്റെ ലീഡിങ്, ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓട്ടോണോമസ് ബോഡി ആണോ എന്ന്? യെസ്, ഇത് ഓട്ടോണോമസ് ആയ ബോഡി തന്നെയാണ്. അതായത് അതിന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ, പിന്നെ മെമ്പേഴ്സിന്റെ ഫിക്സഡ് ആയ ടേം, സ്റ്റാറ്റ്യൂട്ടറി ഗ്യാരണ്ടി, പിന്നെ അതിന് ഇൻബിൽട്ട് ആയിട്ടുള്ള അതിന് ഫങ്ഷൻസ് ചെയ്യാനുള്ള പവേഴ്സ് ഒക്കെ ഓട്ടോണോമസ് നേച്ചറിലുള്ളതാണ്. പിന്നെ കമ്മീഷൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, സെക്ഷൻ 32 പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് we completed National Human Rights Commission